ഹായ്, ഐ എം റിസ്വാന. എനിക്ക് തോന്നുന്നത് ആസ് എ CMA സ്റ്റുഡൻറ്റ് തിയറി പാർട്ടാണ് എല്ലാവർക്കും കുറച്ചും കൂടി ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത്. ലൈക്ക് പ്രോബ്ലംസ് നമ്മൾ എന്തായാലും ഇക്വേഷൻസോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് നടക്കും. തിയറി പാർട്ടായിരിക്കും കുറച്ചും കൂടി. അപ്പോൾ നമ്മൾ അതിലോട്ടേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയാലും സ്റ്റഡീസ് നടക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് തന്നെ നമ്മളിപ്പോൾ ഒരു ഹാഫ് ഡേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കും ചെയ്യാം. അതുപോലെ തന്നെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്ഷൻ്റെ മാത്രമായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്ഷൻ്റെയും എക്സാംസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എക്സാംസ് എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെ നടക്കുന്ന കാര്യമില്ല. നമുക്ക് CMA ക്ലാസ് നടക്കുന്ന പോലെ തന്നെ 3 hour ആയിട്ടാണ് നമുക്ക് എക്സാം നടക്കുന്നത്. എക്സാമിനകത്ത് 3 hourൽ നമുക്കൊരു 280 മാർക്കിനാണ് നമുക്ക് എക്സാംസ് വരുന്നത്. അതിൽ 72% എന്നുള്ള ക്രൈറ്റീരിയ കൂടി നമ്മൾ വെക്കുന്നുണ്ട്. അത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാനും നമുക്ക് 100 ക്വസ്റ്റ്യൻസ് എങ്ങനെ ഒരു 3 hour കൊണ്ട് മാനേജ് ചെയ്യാന്നുള്ളത് നോക്കാന്നുള്ളത് നമുക്ക് ഇതിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലാസ് മാത്രമായിട്ടല്ല, നമുക്ക് ചെറിയ പ്രോഗ്രാംസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമുക്ക് ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് ശേഷം കുറച്ച് ഇൻറ്ററാക്ഷൻ സെക്ഷൻസ് ഉണ്ടാവും. നമ്മുടെ അക്കാഡമിക് കൗൺസിലർ ആയിട്ടുള്ള സാറ് വന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റേജ് ഫിയേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റാനും പിന്നെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് ആവശ്യമുള്ള ചെറിയ ക്ലാസ്സുകൾ ഇൻട്രാക്ഷൻ സെക്ഷൻസ് നടക്കലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഓണ പ്രോഗ്രാം ആയിട്ടുണ്ടെങ്കിലും പിന്നെ വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ ക്ലാസ്സിൻ്റെ ഒരു പ്രഷർ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല, ഭയങ്കര കൂളായിട്ടാണ് പരിപാടിയൊക്കെ പോകുന്നത്. ക്ലാസ്സിൽ നമുക്കൊരു പ്രഷർ ഫീൽ ചെയ്യില്ല. കാരണം നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ നമ്മളോട് അത്രയും ഇൻറ്ററാക്റ്റീവ് ആയിട്ടാണുള്ളത്. നമുക്കിപ്പോൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ല വെച്ചിട്ട് നമ്മളിപ്പോൾ ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫാക്കൽറ്റീസിനോട് നമുക്ക് ഡയറക്റ്റായി പോയി ചോദിച്ച് നമുക്ക് എന്തൊക്കെ കോൺസെപ്റ്റുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ക്ലിയർ ആക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ ഇവിടെ ഹോക്കിനകത്തുള്ള ചെയ്യുന്നുണ്ട്, അല്ലാതെ സ്റ്റഡി മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് CTP പ്രോഗ്രാം, അതുപോലെ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. CTP പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ മാനേജറായിട്ടുള്ള മിഥുൻ മിത്വ എന്ന് പറഞ്ഞ സാറാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. CTP പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോർപ്പറേഷനിലോട്ടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം വരിക, ലൈക്ക് നമ്മളൊരു കോർപ്പറേറ്റീവ് വേൾഡിൽ പോകുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക, അപ്പോൾ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കോർപ്പറേറ്റിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത്ര ലെവൽസ് ഉണ്ട്, അവിടെ നമ്മൾ ഇങ്ങനത്തെ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളായിട്ട് നമുക്ക് ഇപ്പോൾ ത്രൂ ഔട്ട് നമ്മുടെ CMA കരിയറിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ ഞാൻ CMA USA കോഴ്സിന് വേണ്ടിയിട്ട് സൈലം ചൂസ് ചെയ്തതിൽ ഭയങ്കര ഹാപ്പിയാണ്.